ജനുവരി 27 അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് ഓർമ്മദിനം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസി ജർമ്മനി നടത്തിയ കൂട്ടക്കൊലയിൽ ഇരയായ ദശലക്ഷക്കണക്കിന് ആളുകളെ അനുസ്മരിക്കുന്ന ദിനമാണ് അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് ഓർമ്മദിനം. ഭരണകൂടം ആസൂത്രിതമായി നടത്തിയ കൂട്ടക്കൊലയെയാണ് ഹോളോകോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ജൂത വംശജരാണ് കൂട്ടക്കൊലയ്ക്ക് ഇരയായത്. 1947 ജനുവരി 27 റഷ്യൻ സൈന്യം ഏറ്റവും വലിയ തടങ്കൽ പാളയമായ ഓഷ്വിറ്റ്സ് ബിർക്കനൗ വളഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളെ മോചിപ്പിച്ചു. ഈ ചരിത്ര ദിനത്തെ കൂടി അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ജനുവരി 27 അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് ഓർമ്മദിനമായി ആചരിക്കുന്നത്. 2005 നവംബർ 1 ഐക്യരാഷ്ട്രസഭ ഈ തീരുമാനമെടുത്തത്. ഹോളോകോസ്റ്റിൻ്റെ ഭീകരതയെക്കുറിച്ച് വരും തലമുറയെ ബോധവാന്മാരാക്കുക, അതുവഴി ഭാവിയിൽ ഇത്തരം വംശഹത്യകൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ആർ വെങ്കിട്ടരാമൻ ചരമദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ 8ാമത് രാഷ്ട്രപതിയായ രാമസ്വാമി വെങ്കിട്ടരാമൻ എന്ന ആർ വെങ്കിട്ടരാമൻ 1910 ഡിസംബർ 4 തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ രാജമഠം ഗ്രാമത്തിൽ ജനിച്ചു. നിയമബിരുദമെടുത്ത അദ്ദേഹം മദ്രാസ് കോടതിയിലും സുപ്രീം കോടതിയിലും അഭിഭാഷകനായി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് 1942 മുതൽ 1944 വരെ ജയിൽവാസമനുഷ്ഠിച്ചു. 1952-57 ലോക്സഭാംഗമായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായും ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1984 മുതൽ 87 വരെ ഇന്ത്യയുടെ 7ാമത് ഉപരാഷ്ട്രപതിയായും 1987 മുതൽ 92 വരെ 8ാമത് രാഷ്ട്രപതിയായും സേവനമനുഷ്ഠിച്ചു. മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന ആത്മകഥാകൃതി വളരെ ശ്രദ്ധേയമായി. 2009 ജനുവരി 27 അദ്ദേഹം അന്തരിച്ചു.